ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചട്ടി ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതുപോലെ വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും ഇതിൻ്റെ മേലോട്ടായിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് അതുപോലെ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടായിട്ട് നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ വഴണ്ടി വരുമ്പോൾ ഇതിലോട്ടായിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ടായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലോട്ടായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയുള്ളി, പെരുംജീരകം കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. നമ്മളിതിൽ വെള്ളമൊന്നും സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ല. വെള്ളം താഴെ ചിക്കൻ തന്നെ പൊടിഞ്ഞു വന്നോളും. ഇനി കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.